ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഒരു ചെയറിലിരിക്കുകയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കാണുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ തന്നെ അതിനൊരു ഔദ്യോഗിക സ്വഭാവമുണ്ട്. തീർച്ചയായും ഔദ്യോഗികമായ ഒരു പരിപാടിയാണ്. നമ്മൾ ആ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്, വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഒരു അധ്യക്ഷനെ പോലെ ആ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇരുവശത്തും മന്ത്രിമാർ ഇരിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇരിപ്പുണ്ട്. ഈ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോലും ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരു യോഗമാണ് അവിടെയാണ് ഒരു ഔചിത്യബോധവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ മകൾ, ആ മകൾ എന്ന് പറയുന്നത് ക്രിമിനൽ കേസിൽ പ്രതിയാണ്, ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതിയാണ് എന്നോർക്കണം. പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ചടങ്ങിന്റെ അവലോകന യോഗമാണ് അവിടെ നടക്കുന്നത്. ഇത് തീർത്തും ഔചിത്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ഈ വിഷയം? ഇല്ല, ഇതിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ദിനങ്ങളിൽ വിഴിഞ്ഞത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ മാസപ്പടിയോ സംവിധാനമോ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി തന്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരം ഒരുക്കി എന്ന് കൂടി ആരെങ്കിലും സംശയിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കാലത്തെ സമീപനം, അത് CMRL മാസപ്പടി കേസായാലും മുൻകാലത്തെ SNC ലാവലിൻ കേസായാലും എല്ലാം അതിനെ പാർട്ടി, ഇപ്പോ വാസവനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു, വീണ ജോർജിനെ പാർട്ടിയിൽ പരിചയമില്ല, വാസവൻ പാർട്ടിയിൽ. ഇപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നതും ഈ അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഒപ്പം നിന്നുകൊണ്ട് അത് പാർട്ടിക്ക് കൂടി അദ്ദേഹം അതിന്റെ വിഹിതം കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റില്ല. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ ബാധ്യത പാർട്ടി ഏറ്റെടുക്കും. പാർട്ടിയുടെ ജനറൽ ഏറ്റവും ഉന്നതനായ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സാഹചര്യം, പാർട്ടി ഓഫീസിന്റെ ചടങ്ങുകളിലൊക്കെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പ്രാമുഖ്യം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഒരു ഏകാധിപതിയും കുടുംബാധിപത്യത്തിന്റെ വക്താവും ഒക്കെയായി മാറുമ്പോൾ CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഗതികേട് കൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട, ഒപ്പം നിൽക്കേണ്ട ഒരു ദുഷിച്ച സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ആ പാർട്ടി അണികൾക്കും പാർട്ടി അനുഭാവികൾക്കും കൂടിയുള്ള ഒരു സന്ദേശമാണ്. കാരണം അദ്ദേഹത്തിന്റെ മകളും ആ മകളുടെ ഭർത്താവും ഒക്കെ ചേർന്നുകൊണ്ട് അത് പാർട്ടിയും ഗവൺമെന്റുമായി മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹവും, അങ്ങനെയുള്ള ആ വ്യക്തി ഈ തരത്തിൽ വളരെ തന്ത്രപ്രധാനമായ വിഴിഞ്ഞം ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ രൂപപ്പെടാൻ പോകുന്ന അന്താരാഷ്ട്ര തുറമുഖം, ആ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനന്തമായ സാധ്യതകൾ. അപ്പൊ ആ സാധ്യതകളിൽ എവിടെയൊക്കെ മാസപ്പടി കിട്ടാനുള്ള സാധ്യതയുണ്ട്, പാർട്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരുപോലെ അതിന്റെ വിഹിതം കൈപ്പറ്റാൻ ഇടയാക്കുന്ന തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി പോകാനുള്ള ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് മകളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഇരുത്തിക്കൊണ്ട്, എന്നാൽ ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതിങ്ങനെ പോകുന്നതാണ്, ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമം. അദ്ദേഹം സാമാന്യവൽക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നടത്തിയത് വലിയ അഴിമതിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഇതേ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് CMRL കോഴപ്പണം, അത് CMRL തന്നെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്ന് ലോൺ ഉണ്ടാകുന്നു, ആ ലോൺ തിരിച്ചടയ്ക്കാൻ അവരുടെ തന്നെ പണം ലഭിക്കുന്നു, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആ നടത്തിയിട്ടുള്ള ഇടപാടുകളെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തി എന്ന് പറയുന്ന വെളിപ്പെടുത്തൽ, അതേസമയം അതിനെപ്പറ്റി പുറം ലോകം അറിയുന്ന മറ്റു കാര്യങ്ങൾ, CMRL ഡയറിയിലെ ഇതുമായി ബന്ധപ്പെട്ട പണം കൈപ്പറ്റിയ മറ്റാളുകളുടെ ലിസ്റ്റ്, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തെ വളരെയേറെ കൊള്ളയടിക്കാനുള്ള ഒരു ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് തയ്യാറാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയായി വിഴിഞ്ഞം പോലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തെ മാറ്റാനാണ് ഭാവമെങ്കിൽ
എല്ലാ സംവിധാനവും അതിനെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഇതിനെതിരായി പ്രതിഷേധമുയരണമെന്ന് മാത്രമല്ല, കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതേമാതിരിയുള്ള സംരംഭങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ സമാജം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തെ ആളുകളുടെ കരങ്ങളിൽ ഇതേപോലെയുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ സുരക്ഷിതമല്ല. അതിലേറെ എന്തെങ്കിലുമൊക്കെ ഇടപാട് നടത്താൻ സ്കോപ്പുണ്ട് എങ്കിൽ അതിനോട് വിധേയത്വം കാണിക്കുന്ന കുടുംബത്തെ, ആ പാർട്ടിയെ ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ ഉദാഹരണം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാവും. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഉത്കണ്ഠാജനകമാണെന്ന് മാത്രമല്ല ഗുരുതരമായ പ്രശ്നമാണ്. ഈ നിലയിൽ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനം, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം കുടുംബകാര്യമാക്കരുത്, അടുക്കള കാര്യമാക്കരുത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്.